സാർ ഇപ്പോൾ ഒരു റിസർച്ച് ഫൈൻഡിങ് ആണ്. ജെൻസീസ് ഇപ്പോൾ ഒരു 1/6 ഓഫ് ദി കമ്പനി, ജോബിൻ്റെ കാര്യം നമ്മൾ പറയുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. 1/6 ഓഫ് ദി കമ്പനിയും ജെൻസീസിനെ ഹയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ US-ലായാലും ഇന്ത്യയിലും ഒക്കെ. അതായത് ജെൻസി കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല ഇല്ലില്ല, പ്രൊഫഷണലിസം ഇല്ല, പിന്നെ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ 1/6 ഓഫ് ദ കമ്പനിയും ജെൻസീസിനെ ഹയർ ചെയ്യുന്നില്ല. ഇനി ഹയർ ചെയ്ത് കഴിഞ്ഞാൽ റാപ്പിഡ് ഫയറിങ് നടക്കുന്ന ജെൻസി കാറ്റഗറിയുള്ള ആളുകളെയാണ്. പക്ഷേ ഏറ്റവും ആദ്യം ടെക്നോളജി കിട്ടിയ ആളുകൾ ഇവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആവേണ്ട ആളുകൾ ഇവരാണ്. എന്താണ് സാറിന് ഈ ജെൻസിയുടെ ഈ ഒരു ജോബ് പ്രശ്നങ്ങളെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒപ്പീനിയൻ, ജെൻസി എൻ്റെ ജനറേഷനൊക്കെ ബെറ്റർ ആണെന്നുള്ളതാണ്, ടു ബി ഓണസ്റ്റ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കുന്ന, അവർ പ്രത്യേകിച്ച് ആളുകൾ എന്ത് വിചാരിക്കും എന്നൊന്നും വലിയ ബോധറേഷനൊന്നും ഇല്ലാത്ത ഒരു ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവരിറങ്ങി പണി ചെയ്യും, അവരത് ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നപ്പോൾ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഏതൊരു ആവശ്യത്തിനും ഇപ്പോഴും എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളതാണെങ്കിലും അതല്ലാതെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഫോർമലായിട്ടും അല്ലാതെയും ചെയ്യുന്ന ഒത്തിരി ആക്ടിവിറ്റീസിന് എനിക്ക് എത്ര കുട്ടികൾ വേണം, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പറയണ്ടേ നിങ്ങൾക്ക് എത്ര കുട്ടികൾ വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് അത്രയും കുട്ടികളെ ഞാൻ തരാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്താ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഈ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയിട്ട് പോകുന്ന ആളുകൾ, ഓക്കെ, ഇവർക്ക് വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വരുന്നുണ്ട്. സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഒരാൾക്ക് ഒരു ജോബ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. മേ ബി അയാൾക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന പരിപാടികൾ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സോഷ്യലി എൻഗേജ് ചെയ്യുന്ന ഒരു ജോബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. കാരണം 4 ആളുകളോട് സംസാരിക്കണ്ടേ, അവരോട് സംസാരിച്ച് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണ്ടേ. പലപ്പോഴും നമ്മളിപ്പോഴും സർവീസിലാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ആളുകൾ ഹൈ ഇമോഷനിലായിരിക്കും സംസാരിക്കുക. അവിടെ നമ്മുടെ ടെമ്പർ കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടി എംപതൈസ് ചെയ്ത് അവരുടെ ലെവലിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓഖിയുടെ സമയത്ത് തിരുവനന്തപുരത്ത് എന്നെ പോസ്റ്റ് ചെയ്തിരുന്നു കളക്ടറുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു വർത്തമാനം പറയണ്ടേ, നിങ്ങളിവിടെ നിന്നാൽ മതി, നിങ്ങൾ ഇതിന് വണ്ടിയും വിടുന്നില്ല, ഇവിടെ പിടിച്ചു നിർത്തുകയാണെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, നിങ്ങളൊരു ആ സീറ്റ് ഒരു സൈഡിലൊരു സീറ്റ് തരികയാണ്, ഞാനും കൂടി അവിടെ ഇരുത്തോളാം. എന്നിട്ട് നിങ്ങൾ പറയാനുള്ള ചുമ്മാ ഞാൻ കേൾക്കത്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ചുമ്മാ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തേ, ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി. സോ ദർ ഈസ് എ മെസ്സേജ്, വാട്ട് ഈസ് ദാറ്റ്, ഐ ആം ലിസണിങ് ടു, അല്ലേ? ഓക്കെ, ഞാൻ നോട്ട് ചെയ്തു. ഒരു 3, 4, 5 പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ചെയ്തോളാം പറഞ്ഞു. ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, സാറേ ഇത് വലിയ പ്രശ്നമാണ്, ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട മനുഷ്യർ കടലിൽ പോയിട്ട് 4-5 ദിവസമായി, ഒരു ബോഡി കിട്ടിയിട്ടില്ല, ഒരു ഭക്ഷണമില്ല, ഇവർക്ക് കടലിൽ തിരയാൻ പോകുന്നില്ല, പലപ്പോഴും പോയതിനെക്കുറിച്ചൊരു വിവരമില്ല, അവിടെ ബോഡി കിട്ടിയോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. ഇവർ പറയുന്നത് ജെന്യുവിൻ കാര്യമാണ്. ഇവർ പറയുന്ന ഓരോ ആവശ്യം കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിൽ ഇവരുടെ ആളുകളെ കടലിൽ വിടണമെന്നാണ്. സാർ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഈ പറയുന്ന മൊമെന്റിൽ ഈ ആളുകൾ എൻ്റെ കൂടെ കൂടുന്ന നമ്മുടെ കൺമുന്നിൽ ആ സ്വിച്ച് ചെയ്യുന്ന കാണാൻ പറ്റും. സാർ ഈ പറഞ്ഞ ലിസണിങ് എന്ന് പറഞ്ഞൊരു കാര്യം അറ്റൻഷൻ പ്രശ്നമുള്ളതുകൊണ്ട് പലർക്കും ഇപ്പൊ ഇല്ലാത്തൊരു അപ്പം ഈ ക്വാളിറ്റീസ് നമുക്ക് എസെൻഷ്യൽ ആണ്. അതെ 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 എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ജോബിലൊക്കെ ഇരിക്കുന്ന ആളുകളായാലും ഈ ലിസൺ ചെയ്യുക വരുന്ന മുമ്പിൽ വരുന്ന ആളുകൾ ലിസൺ ചെയ്യാന്നുള്ള ഒരു ബേസിക് ഞാൻ പറഞ്ഞ സോഷ്യൽ സ്കില്ലുകളാണ്. ഈ സോഷ്യൽ സ്കിൽ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജെൻസിയിലുണ്ടാകും, അവരായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഇന്റർനാഷണൽ സ്റ്റഡിയാണ് ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ള കുറെ ന്യൂസിൽ നിന്നാണ് കോട്ട് ചെയ്തോണ്ട് ഞാൻ പ്രോബബ്ലി അതിനുള്ള സൊല്യൂഷനും ഞാൻ ഈ പറയുന്നതാണ്, സോഷ്യൽ എൻഗേജ്മെന്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഇവൻ ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് കേൾക്കും. അപ്പം മിച്ചി എന്നോട് ചോദിക്കും, നീ എന്താ ഈ മൊബൈലിൽ ഇത്ര നേരം നോക്കുന്നത്? അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കോൺഷ്യസ് ആവുക. അപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് മാറ്റി വയ്ക്കും. ഓട്ടോമാറ്റിക്കലി കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കോൾ വരും അല്ലെങ്കിൽ മെസ്സേജ് വരും, അറിയാതെ കയ്യിലേക്ക് മൊബൈൽ വരും. ഇതൊരു പ്രോബ്ലം ആണ്. അത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജെൻസിക്കാരെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളെ ഫയർ ചെയ്യുന്ന ഒരു പീരീഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്പോൺസിബിൾ ആകുക, കുറച്ചും കൂടെ സോഷ്യലൈസ് ചെയ്യുക, ലിസൺ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് പോലെയുള്ള മിനിമം കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്വയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത്